ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമുക്ക് രാധികയുടെ പുതിയ ഗാനങ്ങൾക്കായി കാത്തിരിക്കാം. മലയാളത്തിന്റെ അഭിമാനമായ ആ ഗായികയ്ക്ക് ആശംസകൾ നേരാം. താങ്ക് യു. കണ്ടല്ലോ, നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഒരു വിലയില്ലെന്ന് പറഞ്ഞ് കണിമംഗലത്ത് നിന്ന് നിങ്ങൾ ആട്ടി പായിച്ചവളെ കുറിച്ചാ ആ പറഞ്ഞത്. ഇടയ്ക്ക് വരാത്ത യൂട്യൂബിൽ എന്താ പറച്ചില്. എല്ലാം കൂടി കയറ്റി അടുപ്പത്തേക്ക് വെച്ച പുറത്തേക്കുള്ള വഴി കാണിച്ചതായി എന്ന് പറഞ്ഞ് തന്നെ ഇറങ്ങി മേശപ്പുറത്തിരിക്കും. പച്ച നുണയാ പറയുന്നേ. ഇതിനിപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഇതിപ്പോ ദോശയും അല്ല ഉപ്പുമാവും അല്ല. ആ, എന്തേലും കാണിച്ചു വെക്കാം. തിന്നുന്നെങ്കി തിന്നട്ടെ. വലിയ കാണിമംഗലം അത്ര. 1-2 വേലക്കാരികളെ വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നോ? ഓ, അതെങ്ങനെയാ? കൈപുണ്യമാണല്ലോ സ്ത്രീകളുടെ അളവുകോല്. വൃത്തിയോട്ട മനുഷ്യര്. ഒരു സിനിമയ്ക്ക് മുമ്പേ അതിലെ ഗാനങ്ങൾ ഹിറ്റാവുന്നത് ഒരു പുതുമയല്ല. പക്ഷേ ഒരു സിനിമയ്ക്ക് മുൻപേ തന്നെ അതിലെ ഗാനങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ അസാധാരണമായ സംഭവമാണ്. തന്റെ ആലാപനം കൊണ്ട് മലയാളി മനസ്സുകളെ മാത്രമല്ല ഇന്ത്യൻ സിനിമാ രംഗത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് രാധിക എന്ന പുതിയ പാട്ടുകാരി. നമുക്ക് രാധികയുടെ പുതിയ ഗാനങ്ങൾക്കായി കാത്തിരിക്കാം. മലയാളത്തിന്റെ അഭിമാനമായ ആ ഗായികയ്ക്ക് ആശംസകൾ നേരാം. താങ്ക് യു. കണ്ടല്ലോ, നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഒരു വിലയില്ലെന്ന് പറഞ്ഞ് കണിമംഗലത്ത് നിന്ന് നിങ്ങൾ ആട്ടി പായിച്ചവളെ കുറിച്ചാ ആ പറഞ്ഞത്. അവള് കണിമംഗലത്ത് നിൽക്കേണ്ടവളല്ല. അവൾ ഈ ലോകം മുഴുവനും പാറി പറന്ന് നടക്കേണ്ടവളാ. അവളോട് ചെയ്ത തെറ്റിന്റെ പേരില് ഒരിക്കലും നിങ്ങൾക്ക് എല്ലാവർക്കും പശ്ചാത്തപിക്കേണ്ടി വരും. ആ മോനെ, വാടാ.
പാടുന്നു എന്ന് പറഞ്ഞതുകൊണ്ടെന്താ, സ്വഭാവം നന്നാവണ്ടേ? അയാൾ ഒരുപാട് വലുതായി അല്ലേ മുത്തശ്ശി? നിന്റെ പെണ്ണല്ലേടാ, അവൾ ആകാശത്തോളം ഉയരത്തിലെത്തട്ടെ. ഓ മുത്തശ്ശി, മുത്തശ്ശി പറഞ്ഞതുപോലെ ഒരിക്കൽ ഈ വീട്ടിലെ എല്ലാവരും പശ്ചാത്തപിക്കും. അത്രയ്ക്ക് ഉയരത്തിലെത്തണം രാധിക. ദേവം വരാൻ നേരമായില്ലേ? ആയി. അമ്മേ, ദേവേട്ടൻ വരുമ്പോ തന്നെ രാധിക മോള് വന്ന കാര്യം പറയണ്ട, സാവകാശം അറിയിച്ചാ മതി. ഞാനായിട്ട് ദേവനോട് ഒന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ പറയാതിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫലമുണ്ടോ? കണിമംഗലത്തുകാര് ദേവനെ വിളിക്കില്ലേ? കാര്യം എന്താണെന്ന് വെച്ചാ പറയില്ലേ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ചെയ്യേണ്ടതൊക്കെ ഓരോരോ കാലങ്ങളിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അന്നത് കേക്കാത്തതിന്റെ ദുരന്തവാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നേ. ഇത്രയും കാലം മോളെ എഴുന്നള്ളിപ്പിച്ചുകൊണ്ട് നടക്കാനായിരുന്നല്ലോ നിങ്ങൾക്ക് താല്പര്യം. ഇനിയിപ്പൊ ഒളിപ്പിച്ചു വെക്കുകയോ പാതാളത്തിലേക്ക് താഴ്ത്തുകയോ എന്താന്ന് വെച്ചാ ചെയ്തു. ദേവൻ ഒരിക്കലും ഈ സത്യം അറിയാൻ പാടില്ല. അവൻ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവനാ. വരുൺ രാധികയെ ആ താലി കെട്ടിയതെന്നറിഞ്ഞ അവൻ അവരെ ഒന്നിപ്പിക്കും. താനെന്താടാ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഭക്ഷണത്തിന് നേരായിട്ടും ദേവേട്ടനെ കാണാതായപ്പോ